കോൺഗ്രസ് ശ്രീ വി ടി ബൽറാം ടെലിഫോണിൽ. ശ്രീ വി ടി ബൽറാം, രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം ഉള്ളൊരു വേദി, പരിപാടിയിൽ പങ്കെടുക്കാനാകില്ല എന്ന് കൃഷിമന്ത്രി നിലപാടെടുക്കുന്നു. ചിത്രം മാറ്റാനാകില്ല എന്ന് ഗവർണറും വ്യക്തമാക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആദ്യ പ്രതികരണം ഗവർണറുടെ ഭാഗത്ത് നിന്ന് മാതൃഭൂമി വേദിയിൽ വരുന്നത്. ഭാരതാംബ രാജ്യത്തിന്റെ പ്രതീകമാണ്. ഈ മന്ത്രിമാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു വിമർശനമാണ്. അതിനോടുള്ള കോൺഗ്രസിന്റെ പ്രതികരണം എന്താണ്? ഈ ഗവർണർ അധികാരത്തിൽ വന്നതിന് ശേഷം പൂർണ്ണ അർത്ഥത്തിൽ രാജ്ഭവനെ ഒരു RSS കാര്യാലയമാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് തുടക്കം മുതൽ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് ഉണ്ടായിരുന്നത്. പല അവസരങ്ങളിലായിട്ട് അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. ആ ഘട്ടങ്ങളിലൊന്നും ദൗർഭാഗ്യവശാൽ പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം പോലും ഉണ്ടായില്ല എന്നുള്ളത് കൂടി ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഈ അടുത്ത ദിവസമാണല്ലോ RSSന്റെ ഒരു നേതാവ് ഗവർണറുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് രാജ്ഭവനിലേക്ക് കടന്നു വരികയും അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ വിദേശകാര്യത്തെക്കുറിച്ചടക്കം വളരെ വിവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയും മുൻ പ്രധാനമന്ത്രിമാരെ വരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയൊക്കെ ചെയ്തത്. അപ്പോ RSSന്റെ ഒരു പ്രചാരവേദിയായി രാജ്ഭവൻ മാറുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യമാണ്. കാരണം ഒരു ഭരണഘടനാപരമായി വളരെ പ്രാധാന്യമുള്ള, വളരെ ഔന്നത്യമുള്ള ഒരു ഓഫീസാണ് ഗവർണറുടെ ഓഫീസ് എന്ന് പറയുന്നത്. ആ നിലയിൽ അവിടുത്തെ കാര്യങ്ങളിൽ ഭരണഘടനാപരതയ്ക്കാണ് പ്രാധാന്യം നൽകപ്പെടേണ്ടത്. ഇപ്പോ ഭാരതാംബ എന്ന് പറയുന്ന ഒരു വാക്കിനോട് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള വിരോധമൊന്നുമില്ല. അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടം തൊട്ട് തന്നെ പലരും ഉപയോഗിച്ചു വരുന്ന ഒരു പ്രയോഗമാണ്, ആ നിലയിലുള്ള ഒരു സിമ്പലാണ്. പക്ഷെ ആ സിമ്പൽ ഇന്ന് പ്രത്യേകിച്ചും സ്വാതന്ത്ര്യാനന്തരം അത് RSS മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്ന തരത്തിൽ അവരുടെ ഒരു സങ്കല്പത്തിന് അനുസൃതമായി അതിനെ മറ്റ് നിറം നൽകുന്ന തരത്തിലുള്ള ഒരു അവസ്ഥ രാജ്യത്ത് ഉണ്ടാവുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെ നാഷണൽ സിംബൽസ് ഒക്കെ രൂപീകരിക്കുന്നതിൽ വളരെ ജാഗ്രത കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയും അല്ലെങ്കിൽ ആദ്യകാലത്തെ അത്തരത്തിലുള്ള നാഷണൽ സിംബൽസിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒക്കെ വീക്ഷണത്തോടു കൂടി അന്നത്തെ നേതാക്കന്മാർ സ്വീകരിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള ഈ എന്താ പറയാ വന്ദേ മാതരം, അത് ആനന്ദമഠ എന്ന് പറയുന്ന നോവലിൽ നിന്നുള്ള ഒരു ഭാഗമാണ് എങ്കിൽ പോലും അതിൽ ആദ്യത്തെ അങ്ങനെ വളരെ സുചിന്തിതമായി ആണ് നമ്മുടെ ഓരോ സിംബൽസും, ദേശീയ ചിഹ്നങ്ങൾ ഉൾപ്പെടെ, ദേശീയ ഗാനം ഉൾപ്പെടെ അത്തരം വലിയ അവഗാഹത്തോടു കൂടി വൈവിധ്യമുള്ളൊരു രാജ്യമാണ്. ആ വൈവിധ്യം അതിൽ ഏതെങ്കിലും തരത്തിൽ അസ്വാരസ്യം ഉണ്ടാകാത്ത തരത്തിൽ എല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിലാണ് അത്തരം ചിന്തകൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ രാജ്ഭവനിലേക്ക് വരുമ്പോൾ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ, മാറിയ ഇന്ത്യൻ സാഹചര്യത്തിൽ രാജ്ഭവനുകൾക്കെതിരെ വലിയ ആരോപണം വരുന്നത് രാജ്ഭവൻ BJPയുടെയും RSSന്റെയും രാഷ്ട്രീയ നാവായി പ്രവർത്തിക്കുന്നു എന്നതാണ്. അത്തരം ആരോപണങ്ങൾക്ക് ബലം നൽകുന്ന തരത്തിൽ ഇപ്പോൾ ഈ വിവാദം മുറുകയാണ്.